കായംകുളം എബനേസർ ചർച്ചിന്റെ 64ാമത് വാർഷികം പ്രമാണിച്ച് നടത്തുന്ന പ്രയാണം 65ന്റെ ഭാഗമായി കൺവെൻഷൻ ആരംഭിച്ചു. പാസ്റ്റർ ഒ കുഞ്ഞുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. 64ാമത് വാർഷികം പ്രമാണിച്ച് കായംകുളം എബനേസർ ചർച്ച് നടത്തുന്ന പ്രയാണം 65ന്റെ ഭാഗമായി കൺവെൻഷൻ ആരംഭിച്ചു. പാസ്റ്റർ സാബു ചാക്കോയുടെ അധ്യക്ഷതയിൽ പാസ്റ്റർ ഒ കുഞ്ഞുമോൻ ഉദ്ഘാടനം നിർവഹിച്ചു. വന്ന് കർത്താവേ ഈ ശുശ്രൂഷ ആരംഭിപ്പാൻ കർത്താവ് കൃപ നൽകി. ഇന്നയോളം കർത്താവേ ഈ ശുശ്രൂഷ ഇവിടെ നിവർത്തിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ ആത്മാവ് ശക്തീകരിച്ചുകൊണ്ടിരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അങ്ങനെ ഇന്ന് രാത്രിയെങ്കിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചിന്തിക്കുകയും ചെയ്ത പ്രകാരം കർത്താവേ അവിടുത്തെ സന്നിധിയിൽ കൺവെൻഷനായി കൂടുതൽ കർത്താവേ ഈ ആരംഭിക്കുന്നതായ കർത്താവേ ഈ കൺവെൻഷൻ ഇതിന്റെ അവസാന ദിവസം വരെയും ഇന്നും നാളെയും മറ്റന്നാളും ഇവിടെ കർത്താവേ സുവിശേഷ യോഗം നടക്കുമ്പോൾ കടന്നു വരുന്ന ദൈവദാസന്മാരിലൂടെ അഭിഷക്തന്മാരിലൂടെ അഭിഷേകം ചെയ്ത ദൂത് ദൈവജനത്തെ അറിയിപ്പാൻ, ദേശത്തോട് അറിയിപ്പാൻ കർത്താവേ ഹല്ലേലൂയ ഈ ദേശത്തിന് അനുഗ്രഹമായി മാറുവാൻ ദൈവം കൃപ ചെയ്യാൻ പോകുന്നതിനായി ഞങ്ങൾ പാസ്റ്റർ തോമസ് ഫിലിപ്പ് മുഖ്യപ്രഭാഷണം നടത്തി. കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ആദ്യ നൂറ്റാണ്ടിൽ ചക്രവർത്തി ആരാധന, പ്രത്യേകിച്ച് ഔഗുസ്തോസ് കൈസറും നീറോ സീസറും ഒക്കെ ചക്രവർത്തി ആരാധനയ്ക്ക് പ്രാധാന്യം കൊടുത്ത് ഏറ്റവും ഒടുവിൽ അവർ പറഞ്ഞു സീസറാണ് സകലത്തിൻ്റെയും കർത്താവ്. അവരുപയോഗിച്ച അന്നത്തെ ഒരു കൊയിനെ ഗ്രീക്ക് വാക്കുണ്ട് കുറിയോസ് എന്നാണ് കർത്താവ് എന്നുള്ളതിന്. കുറിയോസ് എന്ന വാക്കിന്റെ അർത്ഥം സകലത്തിൻ്റെ മേലും അധികാരമുള്ളയാളാണ് റോമൻ കൈസർ, സീസറോ കുറിയോസ്. അങ്ങനെ റവന്യൂ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ ആണ്ടിലൊരിക്കൽ ചെന്ന് ഏറ്റുപറയുന്ന ജനക്കോടികളുടെ നടുവിൽ വില കൊടുക്കാൻ തയ്യാറായി യോഹന്നാൻ പറഞ്ഞു, സകലത്തിൻ്റെയും കർത്താവ് സീസറല്ല, സകലത്തിൻ്റെയും കർത്താവ് മരണത്തെ ജയിച്ച എൻ്റെ യേശുവാണ്. വില കൊടുക്കേണ്ടി വന്നു, തിളച്ച എണ്ണ. അവിടെയും ജീവിതത്തിന് കോട്ടം തട്ടാതെ വന്നപ്പോൾ പിന്നെയും പറഞ്ഞു ഏറ്റുപറ സീസറോ കുറിയോസ്, കുറി സീസറാണ് കർത്താവിന് സകലത്തിൻ്റെ ഈ കർത്തൃത്വമുള്ളവൻ. പക്ഷെ യോഹന്നാൻ ഒരു കാര്യം അറിയാം, കൊടുങ്കാറ്റിനെ അമർച്ച ചെയ്യാൻ, തിരമാലയെ വന്ന വഴിക്ക് മടക്കി അയക്കാൻ, ഭൂതത്തിന്റെ ശക്തികളുടെ മേൽ അധികാരമുള്ള ഒരു സീസറും അന്നും ഇന്നും ജീവിച്ചിരുന്നിട്ടില്ല. ആഞ്ഞടിക്കുന്ന കൊടുങ്കാറ്റ് 500 കിലോമീറ്റർ വേഗത്തിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ അടിക്കുമ്പോൾ ഒരു പ്രധാനമന്ത്രിക്കും കരുത്തനായ ആഭ്യന്തരമന്ത്രിക്കും കരുത്തരായ സൈനിക മേധാവികൾക്കും അതിൻ്റെ മുമ്പിൽ നിവരെ നിൽക്കാൻ കഴിയാതിരിക്കുമ്പോൾ ഇളകിയാടുന്ന പടകിന്റെ ആമരത്ത് കയറി നിന്ന് കാറ്റിനെ നോക്കി വന്ന വഴിക്ക് പോകാൻ അധികാരത്തോടുകൂടെ പറയാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ മരണത്തെ ജയിച്ച എൻ്റെ കർത്താവ് മാത്രമാണ്. ചരിത്ര പുരുഷന്മാർക്കെല്ലാം കല്ലറയ്ക്കകത്ത് ഉരുട്ടി വെച്ച കല്ലിനകത്ത് അവരുടെ ജീവിതത്തിന്റെ അവസാനത്തെ ബിന്ദു ചാർത്തിയപ്പോൾ മരണത്തിന്റെ മുദ്രകളെ പൊട്ടിച്ച്, കല്ലുകളെ പൊട്ടിച്ച് പുറത്തു വരാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ യേശു മാത്രമാണ്. അത് തിരിച്ചറിഞ്ഞ ഭക്തന് വിട്ടുവീഴ്ചയില്ല. അത് തിരിച്ചറിഞ്ഞ ഭക്തന് കോംപ്രമൈസ് ഇല്ല. എബനേസർ ഗായക സംഘം ഗാനങ്ങൾ ആലപിച്ചു. പ്രതിഭയുടെ ഉദ്ഘാടനം ചെയ്യും. കായംകുളം DOSP കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്യും. പൊതുസമ്മേളനത്തിൽ അൻസാരി കോയിക്കലേത്ത് അധ്യക്ഷനാകും. പാസ്റ്റർ സാബു ചാക്കോ, സെക്രട്ടറി സാം ഐസക്, AN സാമുവൽ, വർഗീസ് ബേബി, ജോസ് ജോൺ കാട്ടംകുളം, സ്റ്റീഫൻ തോമസ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നു. CD ന്യൂസ് കായംകുളം.